എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണത് ഡ്രമ്മിൽ നട്ട പേരാപ്പിളിന്റെ അടുത്താണ്. അപ്പൊ പേരാപ്പിളിന് എലന്തപ്പഴം എന്നുള്ള പേരും ഉണ്ട്. അപ്പൊ കണ്ട 3 മാസമായിട്ടുള്ളൂ നമ്മ ഇത് ഡ്രമ്മിൽ നട്ടിട്ട്. ഒരു ചെറിയ ഡ്രമ്മിലാണ് നമ്മ നട്ടേക്കണത്. അപ്പൊ കണ്ട നിറച്ച് ഇതേപോലെ കൊലകളായിട്ടാണ് പേരാപ്പിള് കായ്ക്കണത്. അപ്പൊ പേരാപ്പിള് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് പേരാപ്പിള് ഫ്ലവർ ചെയ്യുന്നുണ്ട്, പക്ഷെ കായൊന്നും പിടിക്കണില്ല. പിന്നെ പേരാപ്പിള് നടാൻ എല്ലാവരും ഇതും ഒരുപാട് സ്ഥലം വേണം എന്നൊക്കെയാണ്. പക്ഷെ കണ്ട നമുക്ക് ഇതേപോലെ ഡ്രമ്മിൽ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പേരാപ്പിള് കിട്ടുകയും ചെയ്യും. നമുക്കിത് പ്രൂൺ ചെയ്ത് നമുക്ക് നിർത്തുകയും ചെയ്യാം. നമുക്ക് വർഷം മുഴുവനും വിളവെടുക്കണ ഒരു ഫ്രൂട്ടാണ് പേരാപ്പിൾ എന്ന് പറഞ്ഞാല്. ഇനി സീസൺ ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഡ്രമ്മിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം മതി. കണ്ട കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ടും കിട്ടും. നമ്മ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഒരുപാട് ശാഖകൾ വരും. അതിലൊക്കെ നിറച്ച് ഫ്ലവർ ചെയ്യും. കണ്ട ഇത് കണ്ട നിറച്ച് ഫ്ലവർ ചെയ്തേക്കണേണ്. ഇതൊക്കെ നമുക്ക് കായായിട്ട് കിട്ടും. കണ്ട ഇതുമേല് വലിയ വിളവെടുക്കാനായ കായുണ്ട്, ചെറിയ കായകളുണ്ട്. കണ്ട ഈ ചെറിയ ഫ്ലവറിൽ നിന്ന് കണ്ട ഇതേപോലെയാണ് ചെറിയ കായ ഉണ്ടാവണത്. അപ്പൊ നമ്മ ഇതിന് ചെയ്തേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ അടിവെള്ളമായിട്ട് നമ്മ നിറച്ചതില് കരിയിലകളൊക്കെ നിറച്ചേക്കണുണ്ട്. നമ്മ ഡ്രമ്മാണെങ്കിലും നമുക്ക് കരിയിലകളൊക്കെ അടിയിൽ നിറക്കാം. അതേപോലെ തന്നെ അടിയിൽ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മ നട്ടുകൊടുത്തത്. ഇനി നമുക്ക് എല്ലാ മാസവും പേരാപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മ ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാല് ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമുക്ക് എല്ലാ മാസത്തിലും വളം കൊടുക്കണം. നമ്മ പറമ്പിൽ നടണ പോലെ അല്ല. എന്താ വെച്ചാൽ ഈ ഡ്രമ്മിലുള്ള വളമല്ലേ ഇവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഈ കടലപ്പിണ്ണാക്കും കൂടെ പൊടിച്ചിട്ട് നമ്മ ഇട്ട് കൊടുക്കും. അപ്പൊ കടലപ്പിണ്ണാക്ക് മാത്രം ഒന്ന് പൊടിക്കുക, എന്നിട്ട് അത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരേ പിടി വെച്ച് ഒരു 150 ഗ്രാം കണക്കാക്കി നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അപ്പൊ എല്ലാ മാസവും അതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങക്ക് ഇതേപോലെ കണ്ട പേരാപ്പിള് നന്നായിട്ട് ഇതേപോലെ കൊല കുത്തി കായ്ക്കും. പേരാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പരിചരണം വേണ്ടാത്തൊരു ചെടി കൂടിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പേരാപ്പിളിന്. പേരാപ്പിളിന്റെ ശരിക്കും പറഞ്ഞാല് ഇലയും ഈ കുരുവും ഈ കായൊക്കെ ഔഷധ ഗുണം ഉള്ളത് തന്നെയാണ് കേട്ടാ. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പേരാപ്പിളിന്റെ ഇലയും. അതേപോലെ തന്നെ പേരാപ്പിളിന്റെ നമുക്ക് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാല് ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഒരു കുരുവുമുണ്ട്, അതും നമുക്ക് ഉണക്കി പൊടിച്ചൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പേരാപ്പിളിന്റെ ചെടിമേല് ഒരു മുള്ളുണ്ടാവും. പക്ഷെ ഇതൊക്കെ മുള്ള് കുറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. പണ്ട് നല്ല മുള്ളുള്ള പേരാപ്പിളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, വളരെ കുറവ് മുള്ളുള്ളൂ. പിന്നെ നമ്മ എപ്പോഴും മേടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ബഡ് ചെയ്ത ഒരു മരമുണ്ട്, അതും മുള്ളു ഉള്ള മരം തന്നെയാണ്. പേരാപ്പിളിന്റെ ഇല പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ആ മരം. ഇത് നമ്മ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഈ മരം വളരും, നമുക്കറിയാൻ പറ്റില്ല പേരാപ്പിൾ ഏതാണെന്ന്. അപ്പൊ ഈ മരം വളർന്നിട്ട് നമ്മുടെ പേരാപ്പിൾ ഉണങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിച്ചിട്ട് അതെപ്പോഴും ഇങ്ങനെ ഈ വളർന്ന് വരുന്നത് അപ്പ നമ്മ കട്ട് ചെയ്ത് കൊടുത്തോളണം. പിന്നെ നമുക്ക് ചെടി നമുക്കിപ്പൊ കായ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പുതിയ പുതിയ ശാഖകൾ വരുമ്പോഴൊക്കെ ഇതേപോലെ ഫ്ലവറൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് ചെറു തേനീച്ചകളൊക്കെ വരോട്ടെ പേരാപ്പിൾ നട്ട് കഴിഞ്ഞാല്. രാവിലെ നോക്കുമ്പോഴൊക്കെ നമ്മ നിറച്ച് ചെറുതേനീച്ചകളൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നുമില്ല. നമ്മ ഇടക്ക് ഒന്ന് വേപ്പെണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഇലകളിൽ ഒക്കെ പുഴുക്കേടൊക്കെ കണ്ട ഇലകളൊക്കെ ഇതേപോലെ പേരാപ്പിളിന്റെ ഇലകൾ തിന്നാനായിട്ട് ഒരുപാട് കീടങ്ങൾ വരും. നമ്മ എപ്പോഴും നോക്കുമ്പോ ഇലകൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടൂല ഇലകളിലൊക്കെ. അതിന് നമ്മ ഇടക്കൊക്കെ ഒന്ന് വേപ്പെണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. നമുക്ക് എല്ലാ ദിവസവും തന്നെ ഫ്രൂട്ട് പറിക്കാം. കണ്ട ഇതേപോലെയൊക്കെ കടയില കാണാത്ത വിധത്തിലാണ് ഈ പേരാപ്പിൾ കായ്ച്ചു തുടങ്ങിയാൽ കായ്ക്കുള്ളത്. പേരാപ്പിൾ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഇന്ന് നമുക്ക് തകൾ മേടിക്കാൻ കിട്ടും. 3 വെറൈറ്റിയിലുള്ള പേരാപ്പിൾ ഉണ്ട് കേട്ടാ. റെഡ് കളറിലുള്ളതും, റെഡ് കളർന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫോട്ടോ നമ്മിപ്പോ ഇതുമേലുള്ള ടാഗൊക്കെ കാണുമ്പോ റെഡ് ആയിരിക്കും, പക്ഷെ അങ്ങനെയല്ല, ഒരു റെഡ് ലൈനാ വരുള്ളൂ റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഈ ഫുള്ള് റെഡ് ഒന്നും ആയിരിക്കും. കണ്ടത് ഇതേപോലെ ഒരു റെഡ് ലൈനൊക്കെ വരുള്ളൂ ഈ റെഡ് പേരാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അല്ലാണ്ട് ഫുൾ റെഡ് ആയിട്ടൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടൂല. പിന്നെ ഒരു യെല്ലോ കളറ് ഉള്ള പേരാപ്പിള്, പിന്നെ ഗ്രീൻ കളറിലുള്ള പേരാപ്പിള്, 3 മേടിച്ചു വെച്ചാൽ ഇതേപോലെ നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടോട്ടാ.
അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത് മേടിച്ചു നോക്കാം. പിന്നെ അത്യാവശ്യം വലിപ്പം കണ്ട, ഇപ്പൊ ഇതുമ്മ തന്നെ പല വലിപ്പത്തിലുള്ള പേരാപ്പിൾ ഉണ്ട് കണ്ട. ചെറിയ നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പമൊക്കെ വെക്കും. തീരെ ചെറിയ വെറൈറ്റി ഒന്നല്ല, എന്നാലും പല വലിപ്പത്തിലുള്ള പേരാപ്പിൾ ഒരു മരത്തുമ്മൽ ഉണ്ടാവും. എല്ലാരും ഒരേ വലിപ്പത്തിലുള്ള മരമല്ല. ഞാനിപ്പോ ഇവിടെ പറമ്പില് നമ്മ 3-4 മരങ്ങൾ നട്ടിട്ടുണ്ട്. അതിലൊക്കെ എപ്പോഴും ഫ്രൂട്ട് ആയിരിക്കുള്ളൂ. അതിലും ഇതേപോലെ തന്നെ വലിപ്പമുള്ളതും ചെറിയതൊക്കെ ഫ്രൂട്ട് എല്ലാ മരത്തുമ്മലും ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് പേരാപ്പിൾ ഒന്ന് വിളവെടുത്ത് കഴിച്ചു നോക്കാം. കണ്ട, ഇതൊക്കെ ഇപ്പൊ നമുക്ക് വിളവെടുക്കാനായി നിക്കണേണ്. കണ്ട, ഇതിനെ നെട്ടൊക്കെ പെട്ടെന്ന് തന്നെ പോരണ കണ്ട. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പേരാപ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നട്ടിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. പേരാപ്പിളിന്റെ അകവശം ഇങ്ങനെ ഇരിക്കണത്. നല്ല ആപ്പിളിന്റെ പോലെ തന്നെയാണ് അകവശമൊക്കെ ഇരിക്കണത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മഴയാണെങ്കിൽ കൂടിയും നല്ല മധുരമുണ്ട് ഫ്രൂട്ടിന്. ആപ്പിളിന്റെ അത്ര മധുരം ഇല്ലെങ്കിലും അതിൽ കുറച്ച് മധുരമുള്ളൂ. പക്ഷെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെ ഉണ്ടാവും. അതേപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്, ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇതിന്റെ ഇലയൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് മരുന്ന് ഉണ്ടാക്കാനൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലൊരു കുരു കണ്ട, ഈ കുരു ഉണക്കി പൊടിച്ച് പാലിലൊക്കെ ഇട്ട് കുടിക്കാട്ടാ. ഇപ്പൊ ഉറക്കില്ലാത്തവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പേരാപ്പിളിന്റെ ഫ്രൂട്ട് കഴിക്കണമെന്നും അതേപോലെ തന്നെ ഈ കുരു ഉണക്കി പൊടിച്ച് പാലിൽ കഴിക്കണൊക്കെ നല്ലതാണ്. അപ്പൊ സമൂലം ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ് ഈ പേരാപ്പിളും. പേരാപ്പിളിന്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും കടകളിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടൂല. ചില ടൈമിലേ കിട്ടുള്ളൂ, പിന്നെ മാളുകളിലൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൃഷി ചെയ്ത് കഴിക്കൽ തന്നെയാ നല്ലത്. വർഷം മുഴുവനും ഫ്രൂട്ട് കിട്ടും എന്ന് പറഞ്ഞില്ലേ. നമ്മ ഇതേപോലെ കടസ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലോ ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പെയിന്റിന്റെ ബക്കറ്റിൽ വരെ നട്ടു വളർത്താൻ പറ്റിയതാണ് പേരാപ്പിളും. നമ്മുടെ ആവശ്യത്തിന് ഇതേപോലെ കണ്ട, നമുക്ക് ഫ്രൂട്ട് കഴിക്കണം എന്ന് തോന്നുമ്പോ നമുക്ക് എപ്പോഴും ഇതേപോലെ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ വലിയൊരു പരിചരണങ്ങളും വേണ്ട, നമുക്ക് എപ്പോഴും ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും. വളപ്രയോഗമൊക്കെ ഈ പറഞ്ഞ കൂട്ട് എല്ലാ മാസവും നമ്മ പേരാപ്പിളിന് ഒരു പിടി കേട്ടാ ഈ കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആ വർഷത്തിൽ ഒരു 2 പ്രാവശ്യം നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാട്ടാ. കുമ്മായം ഒരു 100 ഗ്രാം വീതം 2 പ്രാവശ്യം ഇട്ട് കൊടുത്തു. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എപ്പോഴും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടലായിട്ട് നല്ലത്. സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലമാകുമ്പോ പേരാപ്പിൾ ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കും. കായ ഉണ്ടാവാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമൊക്കെ നോക്കി നിങ്ങൾ ഇതേപോലെ ഒരു ബക്കറ്റിലോ ഡ്രമ്മിലോ ഒക്കെ ഒരു പേരാപ്പിൾ നട്ടോ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫ്രൂട്ട് പറിച്ച് കഴിക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.